ഹലോ, അങ്ങനെ പെണ്ണുകേസ് കണ്ടിട്ട് ഇപ്പം ഇറങ്ങുവാണ് നിഖില വിമലിൻ്റെ പെണ്ണുകേസ് സിനിമ. എങ്ങനെയുണ്ട് പ്രതിപേട്ട? ഇത് പെണ്ണ് കേസ് തന്നെയാണത്. കാരണം നമ്മളെ മലയാളികളെ എങ്ങനെയും വിഡ്ഢികളാക്കാമെന്നുള്ളതാണ് ആ സിനിമയെ കൂടെ മനസ്സിലാക്കി തരുന്നത്. ക്ലൈമാക്സ് ഞാൻ പ്രഡിക്റ്റ് ചെയ്തോ ഇല്ലയോ ഇരുന്നിട്ട്? ചെയ്തു മജു പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു ക്ലൈമാക്സ് വന്നത്. പക്ഷേ അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റോറി വേണ്ടേ? ഈ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതോ ഒരു പെൺപിള്ളേർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. അതിനെ അനുസ്പദമാക്കിയിട്ടാണ് സിനിമ എടുത്തേക്കുന്നത്. ആയിരിക്കാം. പക്ഷേ എന്ത് പറഞ്ഞാലും സ്റ്റോറി മലയാളികളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്ന ഒരു ട്രെൻഡ്. അങ്ങനെ ആയി മാറിയിരിക്കുകയാണ്. ഏത് രീതിയിൽ നോക്കിയാലും മലയാളികളെ പറ്റിക്കുക. ഇതിപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഒരു ക്ലൈമാക്സിൽ എത്താൻ വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന ട്വിസ്റ്റ് ആൻഡ് ടേൺ, എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേരള പോലീസിനെ ഇങ്ങനെ രീതിയിൽ കാണിക്കുന്നു. അതായത് ഒരു കഴിവുമില്ലാത്ത കേരള പോലീസിനെ കാണിക്കുന്നു. പക്ഷേ CI ആയിട്ട് അഭിനയിച്ചത് കൊള്ളാം. അത് ക്യാരക്ടർ വലിയ മോശമില്ലാതെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖില വിമലിനെ നമുക്ക് മോശമൊന്നും പറയാൻ പറ്റുന്നില്ല. കൊടുത്ത ആ ഒരു റോള് നന്നായിട്ട് ചെയ്തു. പക്ഷേ സിനിമയിലൊന്നും അത്യാവശ്യം ക്യാമറയും നമുക്ക് അത്യാവശ്യം സിനിമാറ്റോഗ്രഫി ഉള്ളായിരുന്നു. പക്ഷെ പടത്തിനെ കുറിച്ച് പറയാൻ ഒന്നുമില്ലെന്ന് മാത്രമല്ല, അജു വർഗീസിനെ പോലുള്ള ആക്ടർ, അജു വർഗീസ്, പിഷാരടി, ഇവരെയൊക്കെ എന്തിനാണോ ആ സിനിമയിൽ എടുത്തേ ഒരു അനാവശ്യ ഇതുകൾക്ക് വേണ്ടി മാത്രം എടുത്തിരിക്കുന്ന ഒരു. പിന്നെ യൂട്യൂബേഴ്സ് കുറേ പേരുണ്ട്, ശ്രീകാന്ത് വെട്ടിയാറ്, ഇവരെയൊക്കെ എന്തിനാണ് പടത്തിനകത്ത് എടുത്തേക്കുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നമ്മുടെ ജോത്സ്യൻ ഹരി പത്തനാപുരം, എന്തോ അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല, എന്നിട്ട് കൂടി അങ്ങനെ കുറെ ആക്ടേഴ്സിനെ വെച്ചിട്ടുണ്ടെന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഈ സിനിമയെ കുറിച്ച് ഒന്നും പറയാനില്ല. സ്റ്റോറി വൈസ് ഉദ്ദേശിക്കുന്നത് ഈ പെണ്ണ് കേസിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോകുന്നത്, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ട്രെയിലർ കാണുമ്പോൾ ഏകദേശം പിടി കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് സംഭവം. കുറെ പേരെ കബളിപ്പിക്കുക. അപ്പോൾ അതിൽ ഈ മൈസൂർ പോലീസിൽ നിന്ന് കബളിപ്പിച്ചിട്ട് ഒരുത്തി ഇവിടെ വരുന്നു. ഇതിനകത്ത് കുറച്ച് സ്പോയിലർ പറയാതെ ഇത് പറയാൻ പറ്റത്തില്ല. മൈസൂർ പോലീസിനെ പറ്റിച്ചിട്ട് അവൾ കേരള പോലീസിനെ പറ്റിക്കുന്നു. എല്ലാവരെയും പറ്റിച്ചിട്ട് ലാസ്റ്റ് അവൾ ബാലെ കല്യാണം കഴിഞ്ഞിട്ട് സ്വയം പറ്റിക്കപ്പെടുകയാണ്. അതാണ് നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ആൾക്കാർക്ക് കാണുന്നവരുടെ എല്ലാവരും അഭിപ്രായം അങ്ങനെ തന്നെയുള്ളൂ. എന്തെങ്കിലും പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല ആർക്കും. ആൾക്കാരെ കബളിപ്പിക്കുന്നു. ഒരു വൃത്തികെട്ട പടം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മലയാളികളെ കബളിപ്പിക്കുന്ന ഒരു സിനിമ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ. അത്ര തന്നെ. അതായത് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരു ന്യൂസ് പേപ്പറിലൊരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് ആ പേപ്പറിൽ ആ ഇൻസിഡൻറ്റ് വരെ എത്താനായിട്ട് ഉള്ളൊരു കുരുട്ട് വഴിയായിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു TV വെച്ചിട്ട് സീരിയൽ കാണുന്നു. ആ സീരിയൽ കാണുമ്പോൾ സീരിയലിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങൾ ഇവൾ മെനഞ്ഞെടുക്കുന്നു. അതൊക്കെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, ഇതിപ്പോൾ നിങ്ങൾ കോമഡി ആയിട്ട് എടുക്കുവാണെങ്കിൽ, നിങ്ങൾ കോമഡി മൂവി ആണെന്ന് പറയുവാണെങ്കിൽ നമുക്ക് ആ സെൻസിലെങ്കിലും എടുക്കാം. പക്ഷെ അതിനകത്ത് കോമഡി ഇല്ല, സീരിയസും അല്ല, ഒരു കബളിപ്പിക്കൽ സിനിമ എന്നൊറ്റ വാക്കിൽ വേണം. മനുഷ്യനെ പറ്റിക്കുക, മലയാളികളെ പറ്റിക്കുക, കബളിപ്പിക്കുന്ന ഒരു സിനിമ മാത്രമേ ആ സിനിമയെ കുറിച്ച് പറയാൻ. അതല്ലാതെ ഈ സിനിമയെ കുറിച്ച് ഒന്നും പറയാനില്ല. ഇതേപോലുള്ള സ്റ്റോറീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ പൈസ കളയുന്നതല്ലാതെ. ബിക്കോസ് ഇപ്പോൾ റിവ്യൂസൊക്കെ നാട്ടിലൊക്കെ ഇപ്പോൾ റിവ്യൂസ് കാണണം. ആൾക്കാർ പറയുന്നത് ഒരു പെണ്ണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് പോയി പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നോ. ലാസ്റ്റിൽ എന്താ ക്ലൈമാക്സ് കാണിച്ചേക്കുന്നത് എന്തുവാണ്? അതായത് ഒരു പെണ്ണ് പോലീസിനെയും പറ്റിക്കുന്നു, നാട്ടുകാരെയും പറ്റിക്കുന്നു, അതല്ലേ കാണിച്ചേക്കുന്നത്. ഓക്കെ, ജെന്യൂനിറ്റി എന്തെങ്കിലും ഒരു കാര്യം വേണ്ട, ഏതെങ്കിലും ഒന്ന് പൊരുത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ആർക്കും ഇപ്പോൾ ഒരു ചെറിയൊരു സംഭവം ഒരു കട്ടൗട്ട് എടുത്തിട്ട് ഒരു സിനിമയാക്കാമെന്ന് മനസ്സിലായി. അതെ. ഇനി മലയാളത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ കുറച്ച് പിടിപാടുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഇൻസിഡന്റിനെ വെച്ചൊരു ചെറിയൊരു സംഭവം മതി, അത് വെച്ചിട്ട് സിനിമ എടുക്കാം. ആ ഒരു ലൈനിലേക്കാണ് ഇപ്പം ഇനി ആർക്കും എടുക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ട്രെൻഡാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതേപോലുള്ള കൂറപ്പടങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ബിക്കോസ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വിദേശത്തൊക്കെ കിടക്കുന്ന ഞങ്ങൾക്ക് പടങ്ങൾ കാണാൻ വരുന്നത് റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നല്ല കുറച്ച് സമയം വന്നൊരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ വരുന്നത്. പക്ഷേ അതിന്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അത്.
ഒരു ആക്ടർ പോലും അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നതോ അല്ലെങ്കിൽ ആ പടത്തിനകത്ത് ഒരു സംഭവം ഈ പടത്തിൽ ആവശ്യമായിട്ട് കുറെ ആക്ടേഴ്സിനെ തിരികെ കയറ്റി എന്നല്ലാതെ അത്രേ ഉള്ളൂ. കാര്യങ്ങളൊന്നും കുറെ യൂട്യൂബേഴ്സിനെ കേട്ടിട്ടുണ്ട്, കുറെ താരങ്ങളെ കേട്ടിട്ടുണ്ട്. ഈ പടം എടുത്തേക്കുന്നതിന്റെ മെയിൻ കാരണമേ കുറെ യൂട്യൂബേഴ്സിന് പടം കിട്ടി, അവസരം കൊടുത്തു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ ഈ പടത്തിനകത്തൊരു മണ്ണാങ്കട്ടയില്ല. ഈ ഫെബിൻ എന്ന് പറഞ്ഞൊരു ഈ ഒരു ഡയറക്ടർ എന്താലോചിച്ചിട്ടാണ് ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പടം ചെയ്തതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അല്ല, നേരത്തെ പടം ചെയ്തിട്ടുണ്ടോ ഈ ഫെബിൻ? നേരത്തെ സിനിമ പടങ്ങൾ റൈറ്ററാണ്, പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ല കേട്ടോ. സ്റ്റോറിക്കകത്തൊരു ക്വാളിറ്റി ഇല്ല, സ്ക്രീൻ പ്ലേക്കകത്തൊരു ക്വാളിറ്റി ഇല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സ്റ്റോറിയിൽ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എടുത്ത് ക്ലൈമാക്സിൽ എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺ എടുത്തിട്ട് നമുക്ക് സെക്കൻഡ് ഹാഫ് ആയപ്പോഴേ മനസ്സിലായി സംഭവം എന്താണ്. 2 മണിക്കൂർ പോലും ഇല്ല ഫിലിം, 2 മണിക്കൂറില്ല, 1 മണിക്കൂർ ഒരു 52 മിനിറ്റ് അത്രേ ഉള്ളൂ ടോട്ടൽ. അപ്പോൾ ഇതേപോലുള്ള മൂഞ്ചിയ പടങ്ങൾ നിങ്ങൾ OTT-ൽ വരുമ്പം കാണാം. OTT-ലും സത്യം പറഞ്ഞ ഇത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഒരു ആവശ്യമില്ല. പാട്ടുകളോ മ്യൂസിക്കോ ഒന്നും പറയാനില്ല. സോ ഈ പടത്തിന് ഞാൻ 5-ൽ ഒരു അര മാർക്ക് കൊടുക്കുന്നു. ഈ അര മാർക്ക് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രഫി അത്യാവശ്യം തരക്കേടില്ലായിരുന്നു. പിന്നെ നമ്മുടെ 1-2 ആക്ടേഴ്സ്, കോമഡി ആക്ടേഴ്സ്, അവരുടെ പേരെനിക്ക് ഓർമ്മയില്ല, അവരൊക്കെ തരക്കേടില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ആ പോലീസുകാരെയൊക്കെ ആ സീനൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ പോലീസുകാരെയൊക്കെ വളരെ വളരെ ഒരു ആവശ്യമില്ലാത്ത തരത്തിലുള്ളൊരു വെറുത്തു പോകുന്ന തരത്തിലാണ്. അതിനുശേഷം അത് TV വെക്കുക, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് പച്ചക്കറി തോട്ടത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ട് CA ക്ഷണിക്കുക, അജു വർഗീസ് പൊതിച്ചോറും കൊണ്ടുവരിക. അതൊക്കെ ഒരു വളരെ ഒരു വൾഗറായ. പക്ഷെ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നതിൻ്റെ വേറൊരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നത് ദയനീയ അവസ്ഥയാണ്. നല്ല സ്റ്റോറി എഴുതാനോ അതൊന്നും ഇല്ല, ആളില്ല. എന്താണോ നമ്മളൊരു അങ്ങനൊരു സിനിമ കാണുന്നതെന്നുള്ള ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സത്യം. ഒരു നല്ലൊരു പടം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കുറേ കാലമായി. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂസായിട്ട്, ജെന്യുവൻ റിവ്യൂസായിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ. പ്രദീപ് ആൻഡ് മുംബൈ കാ മല്ലു ഫ്രം ബഹ്റൈൻ.